ഇവിടെ ചിക്കൻ പക്കോട റെഡിയായി. എവരാ കഴിക്കുന്നത്? ഞാൻ കഴിക്കാൻ പോകുന്നു. പിന്നെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേൽസ് ഓഫ് ഹിമയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാവശ്യം വടാപ്പാവ് ഡിഷ് ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് കുറച്ച് കടലമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ചിക്കൻ കറി ബാക്കി വന്ന ചിക്കനുണ്ട്. അപ്പോൾ ഈ രണ്ട് കോംബോ വെച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഏത് ഡിഷ് ഇങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ കാണുന്ന ഡിഷ് വേണ്ട, ചിക്കൻ ഫ്രൈ ചെയ്യണ്ട, ചിക്കൻ 65 ചെയ്യുക, അങ്ങനെ കുറേ ഡിഷ് ചെയ്യാമല്ലോ. ഞാൻ എന്നാൽ പിന്നെ ഇതൊന്നും അല്ലാത്തൊരു വേറൊരു ഡിഷ് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത്, ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. കൊള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കി. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നിങ്ങളിത് വീട്ടിൽ പോയി ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ മാത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പറയാം നിങ്ങളത് വീട്ടിൽ പോയി ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇന്നത്തെ ഡിഷ് തമിഴ്നാട് സ്റ്റൈല് ചിക്കൻ പക്കോട. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ എടുത്തത്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ പ്രാവശ്യം തമിഴ്നാട് സ്റ്റൈൽ പിടിക്കാം. അങ്ങനെ നമുക്കിനി ചിക്കൻ പക്കോട ഉണ്ടാക്കാം. കണ്ടോ, ഇതിനുവേണ്ടി ചിക്കൻ എടുത്തു. ഇതൊരു 500 ഗ്രാം ചിക്കൻ അത്രേ കാണത്തുള്ളൂ. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാമേ. 1/4 ടീസ്പൂൺ. ഇത് കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. കുറച്ച് കളറ് കൂടെ വരട്ടെ. മല്ലിപ്പൊടി, ഗരം മസാല കേട്ടോ, ഇതും ഒരു 1 മതി. ഉപ്പ് എടുക്കാമേ. ഞാൻ 1 ടീസ്പൂൺ ഇട്ട്. പിന്നെ നാരങ്ങ, ഹാഫ് ലെമൺ മതിയേ. ലെമൺ നല്ലതായിട്ടിടാം. കുറച്ച് എണ്ണ എടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ മസാലയുടെ മണം ഇങ്ങനെ വരും. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഒരു മസാലയുടെ മണം വരത്തില്ലേ? മിക്സ് ചെയ്ത് നമ്മൾ 1 മണിക്കൂറോളം ഇത് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നേ നല്ലത്. നല്ല മണം, ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ മണം. മിക്സ് ചെയ്ത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ 1 മണിക്കൂർ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കടലമാവ് ഇടാമേ. കടലമാവ് 4 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് കോൺഫ്ലവർ. ഇത് 4 ആണെങ്കിൽ കോൺഫ്ലവർ 2.5. പിന്നെ സ്വല്പം ഉപ്പ്. ഇതിനകത്ത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കണം. കാരണം കോൺഫ്ലവറും കടലമാവും കൂടെ ആകുമ്പോൾ കട്ടിയാവും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഈ കോൺഫ്ലവർ കടലമാവ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ക്രിസ്പിനെസ് കിട്ടും. നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് എടുത്തോ. 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ തന്നെ വേണമെങ്കിൽ കയറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം. ഇതിനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടണം. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെ പറയുമ്പോൾ ചെന്നൈയിലാണ്.
ചെന്നൈയിൽ എവിടെ പോയാലും കിട്ടും. ഇത് ഈ ചിക്കൻ പക്കോട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് നല്ല റെഡ് കളറിലാണ് അവിടെ കാണുന്നത്. നമ്മളിപ്പോൾ റെഡ് കളർ ഇട്ടിട്ടില്ല, ഫുഡ് കളർ നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ സാധാ ഇടണ്ടെന്ന് വിചാരിച്ചു, നാച്ചുറലി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതിന് ഇത്രയും കളറില്ലാത്ത സാധാ ബ്രോസ്റ്റഡ് കേക്ക് ഒരു കളറ്. പക്ഷെ ഇത് കളറും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസ് വരും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം എന്തുവാ സംഭവം നിനക്കറിയാമോ ഇത് ഉണ്ടാക്കുന്നത്? ഇത് ചിക്കൻ പക്കോട. പക്കോട തമിഴ്നാട് ഡിഷ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി? ഇതെന്റെ കസിനാണ്. പേര് പറയണോ? എടുക്കാൻ നിനക്കെന്തായാലും നല്ല വയറുഭാഗ്യം കേട്ടോ. കറക്റ്റ് സമയത്ത് എനിക്ക് വന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാവാ അവിടെ ഇരുന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാം നല്ലതായിട്ടുണ്ട്. നല്ല മണമുണ്ടല്ലേ? നല്ല മണമുണ്ട്. ശരിയാ, നല്ല മണമുണ്ട്. നീ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യണം. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നോമ്പെടുക്കും. ഈസ്റ്ററിന് ഈസ്റ്ററിന് ഞാൻ ഈ നോൺ വെജ് കഴിക്കാൻ പറ്റുന്നു. കഴിച്ചോളാം. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതോ ചുമ്മാ? എന്ത് ചെയ്യാൻ, നോമ്പായോണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. മണത്ത് ഇങ്ങനെ ഇരിക്കും. ചൂട് കാരണം കൊണ്ട് ഞാനിത് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടേസ്റ്റ് ആണെന്നും ഇതിന് വന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ നിങ്ങളെ കാണിക്കാമേ. ഇത് കണ്ടോ, ഇതിങ്ങനെ ചൂട് ഉരുളക്കറി പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ ചൂട് പക്ഷേ എനിക്കാണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതിന് ക്രിസ്പി ആയിട്ടിരിക്കുക സാധനം. കഴിക്കാൻ പറ്റത്തില്ല, നോക്കി മാത്രം ഇരിക്കുക. എപ്പം കഴിച്ചിട്ട് കൊള്ളാന്ന് പറഞ്ഞു. ചിക്കൻ പക്കോട റെഡിയായി. ഇനി എങ്ങനെ കഴിക്കണം? ഇനി ഞാൻ കഴിക്കാൻ പോകുന്നു. കഴിച്ചു. നല്ല മണമുണ്ട്. എനിക്ക് ഈ മണത്തിരിക്കാനേ പറ്റത്തുള്ളൂ. നല്ല മണമുണ്ട് വെളിച്ചെണ്ണ വറുത്തപ്പോഴത്തേക്ക്. എന്ത് ചെയ്യാൻ പറ്റി? കഴിക്കാൻ പറ്റത്തില്ല, നോമ്പെടുത്തു. ഇനി നമുക്ക് കഴിച്ചു. നീ കഴിച്ചോ? എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിലും നല്ലതായിട്ട് കഴിച്ചു. നിങ്ങൾ ഇതുണ്ടാക്കണേ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് വളരെ ചെറുത്. പിന്നെ പുറത്തുനിന്ന് എടുക്കുന്ന കടലമാവും കോൺഫ്ലവറും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ ഇപ്പം കുറേ രീതിയിലുണ്ടാകും. എല്ലാ ദിവസവും വന്നിട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനാട്ടിൽ ഇടയ്ക്ക് ഒരു ദിവസം പക്കോട കഴിക്കാം. ഒരു വെറൈറ്റി അല്ലേ? വെറൈറ്റി ആയിട്ട് കഴിക്കാം. നിങ്ങളും അത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ചേച്ചിയുടെ ചാനൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറേ പേര് കമന്റ് ഇട്ടായിരുന്നു. നീ കണ്ടില്ലായിരുന്നു? കുറേ പേര് കമന്റ് ഇട്ടായിരുന്നു. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ വെറുതെ ഒരു ലോങ് വീഡിയോ ചെയ്താൽ കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണമായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നീ ഇല്ലായിരുന്നു ഇവിടെ. അത്യാവശ്യം നിനക്ക് എപ്പോഴും ഉണ്ടാക്കി തന്നെ. ഇടയ്ക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ
അതൊന്നും എനിക്ക് മിസ്സായിപ്പോയി. ഇത് നീ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റും. എനിക്കിപ്പോൾ അറിയത്തില്ലല്ലോ കഴിക്കുന്ന എങ്ങനെയാണ്. ഇനി ഇവർ കഴിച്ചിട്ട് ഇവർ പറയണം. നിങ്ങളും അതുപോലെ ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. നല്ല ടേസ്റ്റ്. എന്നിട്ട് ഇത് മുഴുവൻ കഴിക്കണം. പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല. എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സീ യു.